നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ UDFന് മിന്നുന്ന വിജയം ഉണ്ടായി. 100-ലധികം സീറ്റോടുകൂടി UDF അധികാരത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ താൻ വനവാസത്തിന് പോകും എന്നായിരുന്നു പ്രതിപക്ഷ നേതാവായ VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. മിന്നുന്ന വിജയം നേടിയ VD സതീശനെ വീണ്ടും മാധ്യമങ്ങൾ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് താങ്കൾ UDF അധികാരത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് VD സതീശൻ പറഞ്ഞത്, എന്നോട് മാധ്യമങ്ങൾ ചോദിച്ചു UDFന് അധികാരത്തിൽ വരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ എന്തായിരിക്കും താങ്കളുടെ തുടർന്നുള്ള രീതി, ഒരു രാഷ്ട്രീയ വനവാസം ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ താൻ തീർത്തു പറഞ്ഞു, ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. കാരണം പാർട്ടി എന്നെ ഒരു ചുമതല ഏൽപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ഒരു ചുമതല ഏൽപ്പിക്കുമ്പോൾ അന്ന് പാർട്ടിയുടെ ഹൈക്കമാൻഡിൻ്റെ വക്താവായ മാഡം സോണിയാഗാന്ധി എന്നോട് പറഞ്ഞിരുന്നത്, ഏതു വിധേനയും കേരളത്തിൽ UDFന് പഴയ പ്രതാപം വീണ്ടെടുക്കണം, കോൺഗ്രസിൻ്റെ പഴയ പ്രതാപം വീണ്ടെടുക്കണം, അധികാരത്തിൽ കൊണ്ടുവരണം, അത് താങ്കൾക്ക് സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് സോണിയാഗാന്ധി VD സതീശനോട് പറഞ്ഞതായി VD സതീശൻ മാധ്യമ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അങ്ങനെ അന്ന് അവർക്ക് കൊടുത്തൊരു വാക്കാണ് തീർച്ചയായും അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFനെ അധികാരത്തിൽ കൊണ്ടുവരും എന്നുള്ളത്. അതിനുവേണ്ടി അന്ന് വരെ ഇന്ന് വരെ അന്നോളം പണിയെടുത്തു. ഒപ്പം ടീം UDF ഒറ്റക്കെട്ടായി നിന്ന് പണിയെടുത്തു. അതുകൊണ്ട് തന്നെ വിജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രം കണ്ടെത്തി മത്സരിപ്പിക്കാൻ ശ്രമിച്ചു. അഹോരാത്രം പണിയെടുത്തു. ടീം UDF ഒറ്റക്കെട്ടായി നിന്ന് പണിയെടുത്തതിൻ്റെ പേരിൽ മിന്നുന്ന വിജയം കിട്ടി. ഇടതുപക്ഷത്തിൻ്റെ കോട്ടക്കൊത്തളങ്ങളെല്ലാം തകർന്നു വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതിൽ തീർച്ചയായും അത് VD സതീശൻ മാത്രം അഭിമാനിക്കാവുന്ന കാര്യമായി താൻ വിശേഷിപ്പിക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. കാരണം ഇത് ടീം UDFൻ്റെ വിജയമാണ്. ഏതെങ്കിലും കാരണവശാൽ ഈ തെരഞ്ഞെടുപ്പുകളിൽ തോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ VD സതീശന് മാത്രമായിരിക്കും എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ VD സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അതിനു മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും, അതായത് അതിനു മുമ്പ് നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ്, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിലെല്ലാം വൻപിച്ച് വിജയത്തോടു കൂടി UDFന് അധികാരത്തിൽ കൊണ്ടുവരാൻ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ VD സതീശന് കഴിഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രം, ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമാണ് UDFന് നേട്ടം കൈവരിക്കാൻ സാധിക്കാതെ പോയത്. എങ്കിലും അവിടെ ഭൂരിപക്ഷം കുറച്ച് UDFന് കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം കൂട്ടാൻ സാധിച്ചു. തുടർന്ന് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന് മിന്നുന്ന വിജയം കൈവരിക്കാൻ VD സതീശന് സാധിച്ചു. അതുപോലെ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFന് അധികാരത്തിൽ കൊണ്ടുവരാൻ 100-ൽ പരം സീറ്റുകളോടുകൂടി UDF അധികാരത്തിൽ വരും എന്ന് VD സതീശൻ പറഞ്ഞു. അത് അധികാരത്തിൽ വന്നിരിക്കുന്നു. ഇനി UDFൻ്റെ പരാജയ കാരണം ഏറ്റെടുത്തുകൊണ്ട് VD സതീശന് വനവാസത്തിന് പോകേണ്ടി വരില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞു. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ വനവാസത്തിന് താൻ പോകും എന്ന് VD സതീശൻ പറഞ്ഞത് എന്നുള്ള ചോദ്യത്തിന്, എന്നെ പാർട്ടി ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ആ ഉത്തരവാദിത്വം ഭംഗിയായി എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഞാൻ ആ സ്ഥാനത്ത് അള്ളിപ്പിടിച്ചിരുന്നുകൊണ്ട് യാതൊരു കാര്യമില്ല. അത് പാർട്ടിയോട് ചെയ്യുന്ന, പ്രവർത്തകരോട് ചെയ്യുന്ന, അണികളോട് ചെയ്യുന്ന നീതികേടാണ്. അതുകൊണ്ട് അത്തരം നീതികേടിന് ഞാൻ തയ്യാറല്ല എന്ന് VD സതീശൻ തുറന്നടിച്ചു. അതായത് പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ഭംഗിയോടുകൂടി ചെയ്യാൻ സാധിച്ചില്ല. പാർട്ടി ഉദ്ദേശിക്കുന്നത് പാർട്ടി അധികാരത്തിൽ കൊണ്ടുവരിക, പാർട്ടിയുടെ അടിത്തറ വിപുലപ്പെടുത്തുക, അണികളെ കൂടുതൽ പാർട്ടിയിലേക്ക് കൊണ്ടുവരിക, ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു നേതാവെന്ന രീതിയിൽ പാർട്ടി ഏൽപ്പിക്കുന്ന ദൗത്യം പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ തനിക്ക് ചെയ്തു കാണിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് തൻ്റെ പരാജയം തന്നെയാണ്. വ്യക്തിപരമായ പരാജയം, സംഘടനാപരമായി നേതാവെന്ന രീതിയിലും പരാജയം തന്നെയാണ്. അതുകൊണ്ട് അത്തരത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരികയാണെങ്കിൽ താൻ ഒരിക്കലും ആ സ്ഥാനത്ത് ഇനി ഇരിക്കാൻ പാടില്ല. ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത്. രാഷ്ട്രീയമായി തോറ്റു കഴിഞ്ഞാൽ, അതായത് അധികാരത്തിൽ വരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നുള്ളത്. VD സതീശൻ ഇത്തരം കാര്യം തുറന്നു പറയുമ്പോൾ അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു. കാരണം ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടുന്ന KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കുമെല്ലാം കൃത്യമായ ഒരു മുന്നറിയിപ്പ് VD സതീശൻ്റെ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായതിനു ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ UDF വൻപിച്ച പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഭരണത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. ഇതുപോലെ തന്നെയാണ് AICCയുടെ വർക്കിംഗ് ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിന്
ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു തരത്തിലും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പല സംസ്ഥാനത്തും അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടുന്ന കാഴ്ച കൂടി കാണാൻ കഴിയുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലെല്ലാം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കാതെ പോയ നേതാക്കന്മാർ തന്നെയായിരുന്നു കെ.സി. വേണുഗോപാലെന്നും രമേശ് ചെന്നിത്തലയെന്നും വി.ഡി. സതീശൻ തൻ്റെ വാക്കുകളിൽ വ്യംഗ്യമായി ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ അർത്ഥത്തോടു കൂടി തന്നെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. പാർട്ടി ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ അത് ഭംഗിയായി ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ആ സ്ഥാനത്ത് കെട്ടിത്തൂങ്ങി നിൽക്കുന്നതുകൊണ്ട് യാതൊരു ഫലവുമില്ല, പാർട്ടിക്ക് അത് ബാധ്യതയാണ്. അതുകൊണ്ടതാണ് താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് വി.ഡി. സതീശൻ പറയുമ്പോൾ രാഷ്ട്രീയ വനവാസത്തിന് തന്നേക്കാൾ മുൻപ് പോകേണ്ടിയിരുന്ന പലരും ഇപ്പോൾ അധികാര കേന്ദ്രങ്ങൾക്ക് വേണ്ടി, അധികാരത്തിന് വേണ്ടി, അധികാര കസേരയ്ക്ക് വേണ്ടി പിടിവലി നടത്തുന്ന കാഴ്ച ശോചനീയം തന്നെയാണ് എന്നുള്ളതാണ് വി.ഡി. സതീശൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. വി.ഡി. സതീശൻ ഇത് പറഞ്ഞതിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ കൃത്യമായ ചില ഇടപെടലുകൾ പലയിടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലി നടക്കുന്ന തർക്കങ്ങളിൽ വി.ഡി. സതീശൻ്റെ ഇത്തരം കാര്യങ്ങൾ പല ക്യാമ്പുകളും ഉണർന്ന് പ്രവർത്തിച്ച് കൃത്യമായി തന്നെ അത് കണക്കിലെടുത്തിട്ടുണ്ട്. എന്തായിരിക്കും ഇനി ഇക്കാര്യത്തിൽ കേരളത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.